ആഹാ, കണ്ട അഭിനയാണെന്ന് പറയേയില്ല. എന്തൊരു നാച്ചുറാലിറ്റി അല്ലേ. ഒരാനെ തിന്നാനുള്ള വിശപ്പോട് കൂടിയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരിക. അപ്പം വന്ന പാടെ ഞാനിതാ ദോശമാവ് ബാക്കിയിരുന്നത് ദോശ ഇട്ട് കൊടുക്കുകയാണേ. ഇത്ര പോരേ ഉള്ളുവെങ്കിലും ആവശ്യങ്ങൾ വലുതാണ് കേട്ടോ. ഇതുപോലെ മൊരിഞ്ഞ ദോശ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അര കഷ്ണം പോലും കഴിക്കാതെ അവിടെ വെച്ചിട്ട് പോകും. വീട് പണി കരാറാണെങ്കിലും വീട് പണിയുന്ന ചേട്ടന്മാർക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും ഒരു ചായ എന്തായാലും കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അവർക്കുള്ള കട്ടനൊക്കെ ഉണ്ടാക്കിയെടുത്തേ. ഇന്ന് പുറത്തുപോയി വരുന്ന വഴിക്ക് കുറച്ച് ഉള്ളിവട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ പ്ലേറ്റിലാക്കി അവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയറായി. ഞങ്ങളിവിടെ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് RCMന്റെ ചായപ്പൊടിയാണ് കേട്ടോ. അതിൻ്റെ നല്ലതുകൊണ്ടാണോ മോശം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ഇപ്പം അതൊരു അഡിക്ഷനാണേ. എന്തായാലും ആ ചായപ്പൊടി തീർന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചായ കുടിക്കാനുള്ള മൂടൊക്കെ പോയിരിക്കുകയാണേ. വൈകുന്നേരത്തെയും രാവിലത്തെയും ആ ചായ കുടി എൻ്റെ അമ്മേ അതൊരു പ്രത്യേക എനർജിയാണ് കേട്ടോ. കാപ്പി കുടിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നിരുന്നാലും വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് ഇന്ന് കുറച്ച് കാപ്പിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കാപ്പിയൊക്കെ എടുത്ത് മുറ്റത്ത് പോയിരുന്ന് ഒരു ഉള്ളിവടയൊക്കെ കഴിച്ച് ഇതുപോലെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ഇങ്ങനെ ഒരു ടീ ടൈം പ്രഷ്യസ് ആണെന്ന് തോന്നുന്നവർ എത്ര പേരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്യാവോ? ഈവനിങ് ആയപ്പോൾ നല്ല മഴയായിരുന്നേ. അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. മോന് ഞാൻ പറഞ്ഞല്ലോ അവന് സുഖമില്ലാത്തത് കൊണ്ട് തന്നെ മൊത്തം ഛർദിയും ബഹളവും ഒക്കെ ആയിരുന്നതുകൊണ്ട് പട്ടച്ചാരായം കൊണ്ട് കൊച്ചു കൊട്ടാരം നാറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് പോയി കുളിച്ച് വന്നത്. കുളിച്ച് വന്നപ്പോഴേക്കും രാത്രിത്തേക്ക് കറിയൊന്നും ഇല്ലല്ലോ ദൈവമേ എന്നോർത്ത് കുറച്ച് ഉണക്കമീൻ എടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായി പുരട്ടി വെച്ച് വറുത്തെടുക്കുന്നുണ്ടേ. ഒരു ഉണക്കമീനോ അച്ചാറോ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. നമുക്ക് പണിയും എളുപ്പമാണല്ലോ. ഹോട്ടലുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരിക. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഉണക്കമീനെല്ലാം നന്നായിട്ട് പുരട്ടി വെച്ചതിന് ശേഷം വറുത്ത് കോരുന്നുണ്ട്. വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണേ. പിന്നെ വന്ന് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോക്ക് പഠിക്കാനുള്ള നേരമായിട്ടുണ്ട്. ഇനി മോക്ക് പഠിക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ബാക്കി പരിപാടികൾ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മുടെ വൻപയറില്ലേ, അത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചതിന് ശേഷം മോക്ക് പഠിക്കാനുള്ളതെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് പിന്നെയും നേരെ അടുക്കളയിലേക്ക്. അങ്ങനെ അടുക്കളയിൽ ചെന്ന് ഉള്ളിയും മുളകും എല്ലാം കടുവൊട്ടിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ആ പയറൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മോളുടെ അടുത്തേക്കാണ്. അവിടെ 2 ഞെട്ടിക്കലും തട്ടിക്കലും മുട്ടിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ചോറുണ്ണാൻ പോവുകയാണ്. ചോറുണ്ണാൻ വേണ്ടിയിട്ട് വലിയ ഫ്രഷ് അല്ലാത്ത സാമ്പാറും അതേപോലെ തന്നെ കുറച്ച് അച്ചാറും പയറും ഉണക്കമീനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇതൊക്കെയായിരുന്നു വിശേഷം. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.